ത്രിയേക ദൈവത്തിന്റെ ധന്യതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മന്ദിനായ വികാരിയച്ഛൻ, ഇടവകയുടെ മാനേജ്മെന്റ് കമ്മിറ്റി മെമ്പേഴ്സ്, പല ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇതിന്റെ ഭാഗവാക്കാവുന്ന ഏവരുമേ, ക്രിസ്തുയേശുവിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. ജൂലിയൻ കലണ്ടർ അനുസരിച്ച് ഓർത്തഡോക്സ് സഭകൾ ഏലിയാ പ്രവാചകന്റെ പെരുന്നാൾ ഈ ജൂലൈ 20-ാം തീയതി കൊണ്ടാടി. ഏലിയ എന്ന വാക്കിന്റെ അർത്ഥം മൈ ഗോഡ് ഈസ് യാഹുവേ, യഹോവ എന്റെ ദൈവമാകുന്നു എന്നാണ്. BC 900 ആണ്ടിൽ അഹാബ് രാജാവ് ഇസ്രായേൽ ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഏലിയ ദീർഘദർശി ജീവിച്ചിരുന്നത്. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം മുതൽ ഏലിയ പ്രവാചകന്റെ ജീവിതം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇനി താൻ പറഞ്ഞിട്ടല്ലാതെ ദേശത്ത് മഴ പെയ്യുകയില്ല എന്ന് ഉറപ്പോടും വിശ്വാസത്തോടും കൂടി പറഞ്ഞുകൊണ്ടാണ് ഏലിയ പ്രവാചകൻ കർത്താവിന്റെ നീതി പ്രമാണത്തിലേക്ക് രംഗപ്രവേശനം ചെയ്യുന്നത്. താൻ പറഞ്ഞിട്ടല്ലാതെ ദേശത്ത് മഴ പെയ്യുകയില്ല എന്ന്. എന്നാൽ 3 വർഷം കഴിഞ്ഞപ്പോൾ കർമ്മേൽ മലമുകളിൽ ബാലിന്റെ 450 പ്രവാചകന്മാരുടെയും 400 അശേര പ്രവാചകന്മാരുടെയും മുൻപിൽ ഒറ്റയ്ക്ക് നിന്ന് യഹോവയുടെ ദാസനായി കർത്താവേ എന്നോട് ഉത്തരമരുളണമേ എന്ന് ബലിപീഠത്തിന്റെ മുൻപിൽ നിന്ന് നിലവിളിച്ച് തീ ഇറങ്ങി ഹോമയാഗവും മണ്ണും വിറകും ദഹിപ്പിച്ചുവെന്നും തോട്ടിലെ വെള്ളം വറ്റിച്ചു കളഞ്ഞിട്ടുമൊക്കെ പിന്നീട് നാം വായിക്കുകയാണ്. എന്നാൽ ആദ്യ ഭാഗത്ത് കാണുന്ന ഏലിയ പ്രവാചകനിൽ നിന്നും വ്യത്യസ്തനായി 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഏലിയ പ്രവാചകന്റെ മറ്റൊരു മുഖം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ ചിന്തയ്ക്കായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 4-ാം വാക്യമാണ്. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിക്കുവാൻ ഇച്ഛിച്ച്, ഇപ്പോൾ മതി യഹോവേ, എന്റെ പ്രാണനെ എടുത്തു കൊള്ളണമേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറയുന്നു. ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് എന്റെ ജീവിതം മതി, ഇപ്പോൾ മതി യഹോവേ, എന്നെ എടുത്തു കൊള്ളണമേ എന്ന് പറയുന്ന ഏലിയ പ്രവാചകനെയാണ് ഇവിടെ നാം കാണുന്നത്. ഒരു കാര്യം നാം ചിന്തിക്കണം. തലേ ദിവസം കർമ്മേൽ മലമുകളിൽ തീയായി നിന്നവൻ ഇവിടെ ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിപ്പാനായി ആഗ്രഹിക്കുകയാണ്. കർത്താവേ, എന്റെ പ്രാണനെ എടുക്കണമേ എന്ന് നിലവിളിച്ചു പ്രാർത്ഥിക്കുകയാണ്. തീയായി നിന്നവന്റെ മറ്റൊരു മുഖമാണ് ഇവിടെ നാം കാണുന്നത്. ഏലിയ പ്രവാചകൻ ബാലിന്റെ 450 പ്രവാചകന്മാരെ കൊന്നതറിഞ്ഞിട്ട് അഹാബ് രാജാവിന്റെ ഭാര്യ ഇസബെൽ ഒരു ബാൽ ഭക്തയായിരുന്നു. അഹാബ് രാജാവിന്റെ ഭാര്യയായ ഇസബെൽ ഒരു ദൂതനെ വിട്ട് ഏലിയാവിനെ അറിയിക്കുകയാണ്, നാളെ ഈ നേരത്ത് നിന്റെ ജീവനെ അവരിൽ ഒരാളുടെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണോ അതിലുപരിയായി ചെയ്തു കൊള്ളട്ടെ എന്ന്. ഏലിയ പ്രവാചകൻ പേടിച്ചു പോകുക. കർമ്മേൽ മുകളിൽ തീയായി നിന്ന ഏലിയ പ്രവാചകൻ ഇവിടെ പേടിച്ചു പോവുകയാണ്. തികച്ചും മാനുഷികപരമായ ഭീഷണിയുടെ മുന്നിൽ പേടിച്ച് ഏലിയ പ്രവാചകൻ ഓടി മരുഭൂമിയിൽ ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിലായിരിക്കുമ്പോൾ ഏലിയ പ്രവാചകന്റെ ബലഹീനതയുള്ള ഒരു മുഖമാണ് നാം ഇവിടെ കാണുന്നത്. തീയായി നിന്ന ഏലിയ പ്രവാചകൻ ബലഹീനരായി മാറിയ നിമിഷം വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു എന്ന്. അതുകൊണ്ടായിരിക്കാം അല്ലെ ഏലിയ പ്രവാചകൻ മാനുഷികമായ ഭീഷണിയിൽ ഭയന്ന് ബലഹീനനായി തീർന്നത്. നമുക്ക് സ്വഭാവമുള്ളവരായിരുന്നത് കൊണ്ടാവാം. ഈ കോവിഡ് കാലത്ത് നമ്മൾ ഏറ്റവും അധികം കേട്ട ഒരു കാര്യം എന്തുവാ? സാമൂഹിക അകലം പാലിക്കുക, സോഷ്യൽ ഡിസ്റ്റൻസിങ്. പക്ഷേ ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിന്റെ കൂടെ ഒരു കാര്യം കൂടി അറിയാതെ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സമൂഹത്തിൽ കയറിക്കൂടി: മാനസിക അകലം. സാമൂഹിക അകലം കൂടുന്നതനുസരിച്ച് ഇന്ന് കുടുംബ പശ്ചാത്തലങ്ങളിൽ മാനസിക അകലം കൂടി വരികയാണ്. ആത്മഹത്യകളുടെ എണ്ണം കൂടുന്നു. മൊബൈൽ ഗെയിംസിലേക്കും ഇന്റർനെറ്റിലേക്കും ഒക്കെയായി പ്രായഭേദമന്യേ തങ്ങളുടെ ജീവിതത്തെ ഒതുക്കി ചുരുക്കി നിർത്തുന്നവരുടെ എണ്ണം കൂടി വരിക. ഇതൊക്കെ ഒരു പരിഹാരമുണ്ടോ? ഉണ്ട്. ഏലിയ പ്രവാചകൻ കർമ്മേൽ മലമുകളിൽ തീയായി നിന്നതുപോലെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ
പ്രാർത്ഥനയോടെ ശ്രദ്ധയോടുകൂടി ജീവിച്ചാൽ ഇതിനൊക്കെയുള്ള പരിഹാരം നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. ഒന്നാമതായി, കരുതുന്ന കരങ്ങളായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. എങ്ങനെയാ നമ്മൾ കരുതുന്ന കരങ്ങളായി തീരുന്നത്? നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക്, നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെയായി അവരുടെയൊക്കെ കഷ്ടതകളിലും പ്രയാസങ്ങളിലും അവർക്ക് ചാരുവാൻ തക്കവണ്ണം പ്രാപ്തിയുള്ള തോളുകളായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. തമ്പുരാൻ നൽകിയ ഒരു ഉപദേശമുണ്ട്, പാറമേൽ നിന്ന് വീട് പണിയുവാൻ. പാറമേൽ വീട് പണിയുക എന്ന് പറയുമ്പോൾ ഒരുപാട് അർത്ഥതലങ്ങളുള്ള ഒരു വാചകമാണത്. പാറമേൽ വീട് പണിയുക, അതായത് നിന്റെ മൂല്യബോധത്തിന്മേൽ, കുടുംബ ബന്ധങ്ങളുടെ ദൃഢത ഉറപ്പിന്മേൽ നിന്റെ വീട് പണിയുവാനാണ് പറഞ്ഞത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ തമ്പുരാൻ നൽകിയതായ ഒരു ഉപദേശവും ഒരു താക്കീതും അടങ്ങിയിട്ടുണ്ട്. പാറമേൽ വീട് പണിയുവാൻ പറഞ്ഞ തമ്പുരാൻ ഇവിടെ പറയുകയാണ്, മണലിൽ വീട് പണിയരുത്. എന്തുകൊണ്ടാ? മണലിന് ചില സ്വഭാവങ്ങളുണ്ട്. കാറ്റ് വരുമ്പോ കാറ്റിന്റെ കൂടെ പറന്ന് അങ്ങനെ പോകും. മഴ വരുമ്പോഴോ ആ വെള്ളത്തിൽ അങ്ങനെ അലിഞ്ഞ് ഇല്ലാതായി തീരാനും മണല് റെഡിയ, അല്ലേ? അപ്പം മണലിന്റെ ഒരു സ്വഭാവം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അമിത വൈകാരികതയാണ്. അമിത വൈകാരിക സ്വഭാവമുള്ള മണലിന്മേൽ നിന്റെ വീട് പണിയരുതെന്നാണ് തമ്പുരാൻ പറഞ്ഞത്. ഇത് പൊലിപ്പിച്ചെടുക്കുന്ന അമിത വൈകാരികതയുടെ രോഗാതുര ഇടങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുടുംബങ്ങൾ. പലപ്പോഴും ഇനി മതിയെന്ന തീരുമാനങ്ങൾ എടുക്കുവാൻ കുടുംബ ജീവിതങ്ങളിൽ, തന്റെ വ്യക്തിപരമായ ജീവിതങ്ങളിലൊക്കെ ഇനി മതിയെന്ന തീരുമാനം എടുക്കുവാനുള്ള ഒരു കാരണം ഈ അമിത വൈകാരികതയാണ്. നമുക്കൊക്കെ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. മറിയത്തെ പോലെ നിശബ്ദയായ ഒരു കൂട്ടുകാരിയാകുവാൻ, കൂട്ടുയാത്രക്കാരനാകുവാൻ നമുക്കൊക്കെ സാധിക്കണം. മറിയത്തെ കുറിച്ച് സുവിശേഷം പറഞ്ഞിരിക്കുന്നത് എന്തുവാ? മറിയമെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നാ. ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ മറിയമെല്ലാം സഹിച്ചു എന്നല്ല, ധ്യാനപൂർവം ജീവിച്ച ഒരു സ്ത്രീ എന്നാണ്. മറിയമെല്ലാം ധ്യാനിച്ചു. ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. ചില കാര്യങ്ങളൊക്കെ നമ്മള് മിഴിപൂട്ടി തമ്പുരാന്റെ നിശ്ചയങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുക്കണം. നമ്മുടെ ഈ ജീവിതം ജനനം എന്ന 3 അക്ഷരത്തിനും മരണം എന്ന 3 അക്ഷരത്തിനും ഇടയിലുള്ളതായ ഈ ജീവിതം ഇങ്ങനെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചും അത് പരിഹരിച്ചും അത് അനുമാനിച്ചും ഒടുങ്ങാനുള്ളതല്ല. പരസ്പരം കുടുംബജീവിതങ്ങളിൽ പരസ്പരം മറിയത്തെ പോലെ നിശബ്ദയായ ഒരു കൂട്ടുയാത്രക്കാരിയായി, ഒരു കൂട്ടുയാത്രക്കാരനായി പരസ്പരം ചേർന്ന് നിന്ന് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. രണ്ടുപേർ മാറി മാറി നിൽക്കുന്നതാണോ, രണ്ടുപേര് കൈപിടിച്ച് ഒരുമിച്ച് നിൽക്കുന്നതിനാണോ കൂടുതൽ ബലം? കൈപിടിച്ച് ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇങ്ങനെ ചേർത്ത് നിർത്തുമ്പോൾ അതിനൊരു പ്രത്യേക ബലമല്ലേ? കുടുംബത്തെ ഇങ്ങനെ ചേർത്ത് കൊണ്ടുപോകണം, സുഹൃത്തുക്കളെ ഇങ്ങനെ ചേർത്ത് കൊണ്ടുപോകണം, ഹൃദയത്തോട് ചേർത്ത് കൊണ്ടുപോകണം. രണ്ടാമതായി, സഹജീവിയുടെ, നമ്മുടെ ചുറ്റുമുള്ള ജനജീവിതങ്ങളുടെ അഴകും ആഴവും മനസ്സിലാക്കുവാൻ ശ്രമിക്കണം. ചുറ്റുമുള്ള ജനജീവിതങ്ങളുടെ അഴകും ആഴവും തിരിച്ചറിയുവാൻ ശ്രമിക്കണം. സഹജീവിയെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ അർത്ഥവത്തായ ഒരു കാര്യമാണ്. തമ്പുരാൻ നൽകിയ ഒരു ഉപമയുണ്ട്, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നുള്ളത്. പക്ഷേ പലപ്പോഴും ഈ ആദ്യ ഭാഗം നമ്മളൊന്ന് മറന്നുപോകും. നിന്നെ പോലെ. എന്തുകൊണ്ടാണ് തമ്പുരാൻ നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന് പറഞ്ഞത്? സ്വയം സ്നേഹിക്കാൻ അറിയുന്നവന് മാത്രമേ, സ്വയം തന്റെ ജീവിതത്തോട് കരുണ കാണിക്കാൻ അറിയുന്നവന് മാത്രമേ തന്റെ സഹജീവിയുടെ കഷ്ടതകളും പ്രയാസങ്ങളും എന്തെന്ന് അടുത്തു നിന്നും അകലിൽ നിന്നും അറിയുവാൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ തന്നെ പോലെ തന്നെ തന്റെ സഹോദരനെ, തന്റെ സുഹൃത്തിനെ, തന്റെ മാതാപിതാക്കളെ ഒക്കെ സ്നേഹിക്കാൻ കഴിയുകയുള്ളൂ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഈ കോവിഡ് ലോക്ക്ഡൌൺ തുടങ്ങിയതിന് ശേഷം ഇന്ന് ഏറ്റവും അധികം കേട്ടുവരുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് മൊബൈൽ ഗെയിംസിനോടുള്ള കുഞ്ഞുങ്ങളുടെ അഡിക്ഷൻ കൂടുന്നു. ഇന്റർനെറ്റിന് മുമ്പിൽ സമയം ചിലവാക്കുന്നതിന് യാതൊരുവിധ പരിധിയും ഇല്ലാതായി തീർന്നേക്കുക. കുഞ്ഞുങ്ങളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ, പ്രായഭേദമന്യേ ഇന്ന് എല്ലാവരും മൊബൈൽ ഗെയിംസിന്റെ ഫ്രണ്ടിലാണ്.
യാതൊരു ഗുണഗണങ്ങളും ഇല്ലാത്ത ഈ മൊബൈൽ ഗെയിംസിനും ഇന്റർനെറ്റിനും ഒക്കെ ആയിട്ട് സമയം ചിലവഴിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ ചുറ്റിലും ശാരീരികമായും മാനസികമായും വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ജോലി നഷ്ടപ്പെട്ടവരുണ്ട്. അങ്ങനെ ഏതെല്ലാം വിധത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ എൻ്റെ ചുറ്റിലുമുണ്ട്. അവരെയൊക്കെ ഒന്ന് ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ ശ്രമിച്ചു നോക്കിക്കേ. എന്റേതെന്നൊക്കെ പറയുന്നത് കടുകുപണിയോളം വലുപ്പമുള്ള ഒരു വാക്കാണ്. പക്ഷേ പ്രാണന്റെ സമസ്ത മേഖലകളെയും സജീവമാക്കുവാൻ തക്കവണ്ണം ശ്രേഷ്ഠമായ വാക്ക എന്റേതെന്ന് പറയുന്നത്. എന്റെ, നമ്മുടെ സഹോദരന്, നമ്മുടെ സുഹൃത്തുക്കൾക്ക്, നമ്മുടെ മാതാപിതാക്കൾക്ക് ഒക്കെ പരിഹരിക്കാൻ കഴിയാത്തതായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോൾ എന്റേതെന്ന് പറഞ്ഞ അവരൊന്ന് ചേർത്ത് നിർത്തി നോക്കിക്കേ. എന്തെല്ലാം വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവുമ്പോൾ താങ്ങും തണലുമായി ജീവിതയാത്രയിൽ ഒരു കൂട്ടുയാത്രക്കാരിയായി ഞാനുണ്ട് എന്ന നല്ല വാക്കുകൾ പകർന്നു നൽകി അവർക്ക് ബലം നൽകണം. ഇനി മതി എന്ന തോന്നലുകളിൽ നിന്ന് അനേകം പേരെ നമുക്ക് രക്ഷിക്കുവാൻ സാധിക്കും. ഇനി മതി എന്ന തോന്നലുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കുവാൻ തക്കവണ്ണം അനേകം പേരെ നമുക്ക് സഹായിക്കാൻ സാധിക്കും. എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ എത്ര ശ്രമിച്ചിട്ടും മാഞ്ഞു പോകാത്തതായ ഒരു ചിത്രമുണ്ട്. കൊറോണ തുടങ്ങിയപ്പോൾ നമ്മളൊക്കെ എന്താ വിചാരിച്ചേ? എന്റെ വിചാരം എന്ന് പറയുന്നത് ചൈനയിൽ വന്നൊരു വൈറസ്, അത് അവിടെ നമുക്ക് പൊക്കോളും. എന്നുള്ളത് പതുക്കെ ചൈനയിലായി, ഇന്ത്യയിലായി, അങ്ങനെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും പടരുവാൻ തുടങ്ങി. അപ്പോഴും നമ്മൾ എന്ത് ചിന്തിച്ചു? കേരളത്തിൽ നിപ്പ വന്നു, ഞങ്ങൾ അതിജീവിച്ചു. അപ്പോൾ കൊറോണയെ നമ്മൾ അതിജീവിക്കുമല്ലോ. എന്നാൽ ഈ കൊറോണ എന്ന് പറയുന്ന അസുഖത്തിന് മറ്റൊരു ഭീകര മുഖമുണ്ട്. നമ്മൾ എത്ര നമ്മളെ കൺട്രോൾ ചെയ്യാൻ നോക്കിയാൽ നമുക്ക് സഹിക്കുവാൻ പറ്റാത്തതായ ചില നിമിഷങ്ങൾ നമുക്ക് സമ്മാനിക്കുന്ന ഒരു ഭീകര മുഖം. ഏതാനും ചില മാസങ്ങൾക്ക് മുമ്പ്, 1-2 മാസങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ഈവനിങ്ങിൽ എൻ്റെ പിതാവ് എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, മോളെ, എൻ്റെ പപ്പയുടെ കസിൻ ബ്രദർ, അമേരിക്കയിലുള്ള സജിയങ്ങളുടെ മകൻ ഷോൺ, ഒരുപക്ഷെ നിങ്ങളൊക്കെ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ വായിച്ചു കാണും. വെറും 21 വയസ്സ് പ്രായമുള്ള ഒരു മകനാണ് ഷോൺ മരിച്ചു. കോവിഡ് കാരണം ഷോൺ മരിച്ചു. ഷോണിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതിലുപരിയായി അവന്റെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പപ്പ പറഞ്ഞ് ഞാൻ അറിഞ്ഞ നിമിഷം മുതൽ നമ്മൾ പ്രാർത്ഥിക്കും. തീർച്ചയായും ഒരു സഹോദരൻ മരിച്ച ദുഃഖം എനിക്കുണ്ട്. അതിലുപരിയായി എൻ്റെ പിതാവിന്റെ സഹോദരനെയും കുടുംബത്തെയും ഒക്കെ ഓർത്ത് ഞാൻ പ്രാർത്ഥിച്ചു. എന്നാൽ ഇപ്പം ശവസംസ്കാരങ്ങളെല്ലാം ലൈവാണല്ലോ. അപ്പം ഈ ശവസംസ്കാരം ലൈവിൽ കണ്ട ഒരു കാഴ്ചയുണ്ട്. സ്വന്തം മകന് അന്ത്യചുംബനം പോലും നൽകുവാൻ സാധിക്കാതെ നൊമ്പരപ്പെടുന്ന ഒരു മാതാവും പിതാവും 2 കുഞ്ഞനിയത്തിമാരും. അവന്റെ മൃതശരീരത്തിനരികെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല. ഇവർ 4 പേരും നിന്ന് പൊട്ടിക്കരയുകയാണ് ആശ്വസിപ്പിക്കാൻ. ആദ്യം ഇവർ 4 പേരും മാറിയാണ് നിന്നത്. കാരണം ഇവരുടെ വീട്ടിൽ വെച്ചാണ് ഈ മകന് അസുഖം വന്നത്. അതുകൊണ്ട് ഇവർ 4 പേരും ക്വാറന്റൈനിൽ ഇരിക്കണം. ഇവർ 4 പേരും അവരെ തന്നെ സൂക്ഷിക്കണം. 4 പേരും മാറി 4 മൂലയിലാണ് ആദ്യം നിന്നത്. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ 4 പേരും ഒരുമിച്ച് വന്ന് ഷോണിന്റെ മൃതശരീരം അടങ്ങിയിരിക്കുന്ന പെട്ടിയുടെ സമീപം വന്ന് നിന്ന് 4 പേരും കെട്ടിപ്പിടിച്ച്, ഷോണിന്റെ പിതാവ് അവന്റെ മാതാവിനെയും കുഞ്ഞനിയത്തിമാരെയും ചേർത്തി പിടിച്ച് പൊട്ടിക്കരഞ്ഞതായ നിമിഷം. എന്നാൽ അനേകം ബന്ധുമിത്രാദികളുണ്ട് അവിടെ, ഷോണിന്റെ സുഹൃത്തുക്കളുണ്ട്, ഒരുപാട് പേരുണ്ട്. പക്ഷേ ആർക്കും ഒന്ന് ചെന്ന് തോളിൽ തട്ടി ആശ്വസിപ്പിക്കാൻ പോലും നിർവാഹമില്ല. ജീവിതം ഇത്രയുള്ളൂ. ഭാരങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നിന്റെ സ്വന്തം കുടുംബത്തിലുള്ളവൻ നിന്നെ ചേർത്ത് നിർത്തണമെങ്കിൽ ചേർത്ത് നിർത്തേണ്ടുന്ന സമയത്ത് അവരെ ചേർത്ത് നിർത്തണം. ഭാര്യയോട് നീ എന്റേതാണ്, ഞാൻ നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം ഭർത്താവിന് സാധിക്കണം. ഭാര്യയ്ക്ക് പറയുവാൻ സാധിക്കണം, എന്റെ പ്രിയ ഭർത്താവേ, നിങ്ങളുടെ വിയർപ്പാണ് എന്റെയും എന്റെ കുഞ്ഞുങ്ങളുടെയും ഒരു നേരത്തെ ആഹാരമെന്ന്. നിന്റെ വിയർപ്പാണ് എന്നെയും എന്റെ കുഞ്ഞുങ്ങളെയും സുഖകരമായി രാത്രി ഒരു കൂരയ്ക്കുള്ളിൽ ഉറങ്ങുവാൻ തക്കവണ്ണം സഹായിക്കുന്നതെന്ന് തുറന്നു പറയുവാൻ സാധിക്കുമോ നമുക്ക്? ഇന്ന് എല്ലാവർക്കും ഈഗോയാ. പണ്ട് കാലത്തും ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്നവരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴെല്ലാവരും അത് ഒരു എക്സ്ക്യൂസ് ആയിട്ട് പറയുന്നല്ലേ. അവൾക്ക് ജോലിയുണ്ട്,
അവൾക്ക് അഹങ്കാരമാ. അതൊക്കെ വെറും ന്യായീകരണങ്ങൾ മാത്രമാണ്. ഒരിക്കലും ജോലി ഉള്ളത് അഹങ്കാരമല്ല. നിനക്കൊരു ജോലി ലഭിക്കുമ്പോൾ നീ മനസ്സിൽ ചിന്തിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. എന്റെ ഈ ജോലി കൊണ്ട് ആർക്കൊക്കെയോ പ്രയോജനം ലഭിക്കണമെന്ന് തമ്പുരാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഈ ജോലിയിലായിരിക്കുന്നു. അതുകൊണ്ട് അവൾക്ക് ജോലി ഉള്ളത് കൊണ്ട് അഹങ്കാരം എന്ന് പറയുന്നത് ന്യായീകരണമാണ്. ഭർത്താവിന് കഴിയണം അവളുടെ ഭാര്യയെ തുറന്ന് സ്നേഹിക്കുവാൻ. ഭാര്യയ്ക്ക് കഴിയണം അവളുടെ സഹജീവിയുടെ ഹൃദയമെടുപ്പിന്റെ താളം അറിയുവാൻ. കുഞ്ഞുങ്ങൾക്ക് സാധിക്കണം തങ്ങളുടെ മാതാപിതാക്കൾ തങ്ങൾക്ക് വേണ്ടി തമ്പുരാന്റെ സന്നിധിയിൽ ഒഴുക്കുന്ന കണ്ണുനീരിന്റെ ആഴവും അഴകവും അറിയുവാൻ കുഞ്ഞുങ്ങൾക്ക് സാധിക്കണം. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടി അടിച്ചാണ്ടിയേച്ച് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സൂം മീറ്റിംഗ് ക്രമീകരിച്ചു തന്നിരിക്കുന്നത്? അതും ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ട്, ഒരാഴ്ച പോലും മുടങ്ങാതെ എല്ലാ ആഴ്ചയും അച്ഛൻ ചിട്ടയായി നിങ്ങൾക്ക് വേണ്ടി സൂം പ്രെയർ മീറ്റിംഗ് ക്രമീകരിച്ചു തന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയാ? ബലിപീഠത്തിൽ നിന്നും അകന്നു പോകാതിരിക്കാൻ. ഏലിയാവ് അകന്നു പോയതുപോലെ ബലിപീഠത്തിൽ നിന്നും അകന്നു പോകാതിരിക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥനയിൽ ഒരുമിനപ്പെട്ടിരിക്കുന്നതിന്റെ സന്തോഷവും സുഖവും എന്തെന്ന് മറന്നു പോകാതിരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ മറക്കാതിരിക്കാൻ. കാരണം അച്ഛനും അറിയാം, എല്ലാ വീടുകളിലും ഇന്ന് ഇന്റർനെറ്റ് ഇല്ലാത്ത വീടുകളില്ലല്ലോ. അപ്പം അച്ഛനും അറിയാം കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമായിരിക്കും മൊബൈൽ ഗെയിംസിന് വേണ്ടി ഇരിക്കുവാൻ, സമയം കളയുവാൻ. മുതിർന്നവർക്ക് ഇഷ്ടമായിരിക്കും ഇന്റർനെറ്റിൽ പുതിയ കാര്യങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുവാൻ. അപ്പം അതിനൊക്കെ വേണ്ടി സമയം കളയാതെ തമ്പുരാന് വേണ്ടി കൂടി നിങ്ങളുടെ സമയം നൽകണമെന്ന് ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി. മൂന്നാമതായി, ക്രൂശിനെ നോക്കി പ്രത്യാശയോടുകൂടി ജീവിക്കണം. ജി ശങ്കരപ്പിള്ള എഴുതിയ ഒരു കവിതയുണ്ട്. നിങ്ങളിൽ പലരും അത് വായിച്ചിട്ടുണ്ടാവാം. ഇന്ന് ഞാൻ നാളെ നീ. ഈ കവിതയുടെ ഏതാനും ചില വരികളുടെ അർത്ഥം ഇങ്ങനെയാണ്: രണ്ടറ്റവും കാണാത്ത ജീവിതത്തിൽ രാത്രി വഴികളിൽ നീ നടക്കുമ്പോൾ ക്രൂശിനെ പ്രകാശമായി വെച്ചുകൊള്ളുക. അത് നിന്നെ സ്വയം പ്രകാശിപ്പിക്കും, മറ്റുള്ളവരെ പ്രകാശിപ്പിക്കുവാൻ സഹായിക്കും. കുരിശിനെ നോക്കി പ്രത്യാശയോടെ ജീവിക്കണം. കത്തോലിക്ക ദേവാലയങ്ങളിൽ നമ്മൾ സാധാരണയായി കാണാറുണ്ട് കർത്താവിന്റെ ക്രൂശ് തരുപോലെ. അപ്പം ഇത് എന്തിന് എന്നുള്ള ചോദ്യത്തിന് ഫ്രഞ്ച് തത്വചിന്തകനായ പീറ്റർ ആൽബർട്ട് അദ്ദേഹം നൽകിയൊരു ഉത്തരമുണ്ട്. സഹിക്കുന്ന മനുഷ്യനിലേക്ക് ഉറ്റുനോക്കാനുള്ള ഒരു ക്ഷണമാണ്. സഹിക്കുന്ന മനുഷ്യനിലേക്ക് ഉറ്റുനോക്കാനുള്ള ക്ഷണം. കാരണം സഹിക്കുന്ന മനുഷ്യനെ ഉറ്റുനോക്കുന്നത് വഴി സഹനം എന്തെന്ന് നീ അറിയും. നിന്റെ സഹജീവിയുടെ കഷ്ടതകളും പ്രയാസങ്ങളും കാണുക, അവനോടുള്ള അനുഭാവത്തിന്റെ വാതിൽ തുറക്കപ്പെടുവാൻ വഴി കുരിശിനെ നമ്മൾ ഉറ്റുനോക്കണം. ജീവിതത്തിൽ വലിയൊരു പ്രത്യാശ കുരിശ് നൽകുന്നത്. ഈ അടുത്തിടയ്ക്ക് ഗർഭാവസ്ഥയിൽ തന്നെ തങ്ങളുടെ കുഞ്ഞ് മരിച്ചുപോയി എന്നറിഞ്ഞപ്പോൾ ഒരു പിതാവ് കുറിച്ച ഏതാനും ചില വരികളുണ്ട്. വളരെ ഹൃദയസ്പർശിയായ വരികളാണ്. ഞങ്ങളുടെ കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഹൃദയം ഒരുക്കുവാൻ മറന്നുപോയി. അവൻ തിരിച്ചുപോയി. ഹൃദയം ഒരുക്കി വേഗത്തിൽ തിരിച്ചുപോയി. എത്ര പ്രത്യാശയുള്ള വാക്കുകളാണ്. ഞങ്ങളുടെ കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഹൃദയം ഒരുക്കുവാൻ മറന്നുപോയി, തിരിച്ചുപോയി. ഹൃദയം ഒരുക്കി വേഗത്തിൽ തിരിച്ചു വരും. സ്വയം പ്രത്യാശിക്കുവാനും മറ്റുള്ളവർക്ക് പ്രത്യാശയുടെ തിരുനാളം പകർന്നു നൽകുവാനും തക്കവണ്ണം പ്രാപ്തമായ വാക്കുകൾ നമുക്ക് സാധിക്കുമോ? ഇങ്ങനെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാവുമ്പോൾ എന്റെ നന്മയ്ക്കായി എന്റെ പൊന്നുനാഥൻ നൽകിയത് എന്നുള്ള വിശ്വാസത്തോടു കൂടി ക്രൂശിനെ നോക്കി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുമോ? സാധ്യമാകണം. ഏലിയാ പ്രവാചകൻ സംഭവിച്ചത് അതായിരുന്നു. അന്ന് വരെ കരുതിയ കരങ്ങളെ മറന്നുകൊണ്ട് ബലിപീഠത്തിൽ നിന്നും ഏലിയാ പ്രവാചകൻ ഓടുകയാണ് പ്രാണരക്ഷാർത്ഥം. ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് ഇനി മതി യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ എന്ന്. ഓടിപ്പോകരുത്. ബലിപീഠത്തിൽ നിന്നും ഒരിക്കലും ഓടിപ്പോകരുത്. ഇന്ന് ഓൺലൈൻ കുർബാനകളല്ലേ, ഒരുപാട് പള്ളികളിൽ നിന്ന് ഓൺലൈൻ ലൈവ് സ്ട്രീമിംഗ് സർവീസസ് നടത്തുന്നുണ്ട്. പക്ഷെങ്കില് ചിലരെങ്കിലും ചിന്തിക്കും, ഈ പള്ളി പോകണോ, ഈ ഓൺലൈൻ കുർബാന എനിക്ക് കണ്ടാൽ പോലെ എന്ത് സുഖമാ. ഈ അടുത്ത കാലത്ത് തന്നെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, രാവിലെ എഴുന്നേക്കാൻ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി, പിന്നെ ഞാൻ വീട്ടിലെ പണിയൊക്കെ ഒതുക്കി പതുക്കെ വൈകുന്നേരം ഒക്കെ ആയപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇരുന്ന് കുർബാന കണ്ടു. കാരണം സൗകര്യമാ.
യൂട്യൂബിൽ ഈ കുർബാന ഇങ്ങനെ കിടക്കും. ഏത് സമയത്ത് വേണമെങ്കിലും വന്നിരുന്ന് കാണാം. നിങ്ങൾക്ക് വേണ്ടി ലൈവ് സ്ട്രീമിംഗ് നൽകുമ്പോൾ നിങ്ങൾ അത് തെറ്റിദ്ധരിക്കരുത്. ഏത് സമയത്ത് വേണമെങ്കിലും കാണുവാനുള്ളതല്ല കുർബാന. എന്തിനു വേണ്ടി അച്ഛന്മാരും സെറാഫിൻ തിരുമേനിയും ഒക്കെ ഇത്ര കഷ്ടപ്പെട്ട് ഒരു നല്ല നേതൃത്വം നൽകി എന്തിനാ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ലൈവ് സ്ട്രീമിംഗ് നൽകുന്നത്? വിശുദ്ധ കുർബാന കാണാതിരിക്കുമ്പോൾ അനുഭവിക്കാതിരിക്കുന്നതിന്റെ വിഷമം തീർച്ചയായും നമ്മുടെ ഉള്ളിലുണ്ട്. അത് കാണാതെ കൂടി ഇരിക്കുമ്പോൾ തകർന്നു പോകുന്ന അനേകം ഹൃദയങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരുക്കത്തോടും വിശുദ്ധിയോടും കൂടി ഭവനങ്ങളിൽ ഇരുന്ന് വിശ്വാസികൾ വിശുദ്ധ കുർബാന പങ്കുചേർന്ന് കൊള്ളട്ടെ എന്ന് ആഗ്രഹിച്ചത്. അതുകൊണ്ട് അതൊരു അഡ്വാൻറ്റേജ് ആയി നമ്മൾ എടുക്കരുത്. നമുക്ക് വീട്ടിൽ ഭാഗ്യമാണ് അറ്റ്ലീസ്റ്റ് വിശുദ്ധ കുർബാന എല്ലാ ആഴ്ചയും മുടങ്ങാതെ കാണുവാനെങ്കിലും സാധിക്കുന്നുണ്ടല്ലോ എന്ന്. ഏലിയാ പ്രവാചകനെ കുറിച്ച് സുവിശേഷകന്മാർ പറഞ്ഞത് ശ്രദ്ധയോടും വിശ്വാസത്തോടും കൂടി പ്രാർത്ഥിച്ചതെന്നാണ്. ശ്രദ്ധയോടും വിശ്വാസത്തോടും കൂടി പ്രാർത്ഥിക്കണമെങ്കിൽ ബലിപീഠത്തോട് ഇങ്ങനെ ചേർന്ന് നിൽക്കണം. ഇപ്പൊ നമ്മുടെ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും എല്ലാം തമ്പുരാൻ വഹിച്ചു. എല്ലാ വിശുദ്ധ കുർബാനയിലും പട്ടക്കാരൻ ചൊല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട്. എന്റെ കർത്താവേ എന്നോട് ഉത്തരമരുളി ചെയ്യണമേ എന്ന് 3 പ്രാവശ്യം ചൊല്ലുമല്ലേ. ഏലിയാ പ്രവാചകന്റെ പ്രാർത്ഥനയുടെ ആവർത്തനമാണ്. ഏലിയാ പ്രവാചകൻ കർമ്മേൽ മലമുകളിൽ നിന്ന് എന്റെ കർത്താവേ എന്നോട് ഉത്തരമരുളണമേ എന്ന് പ്രാർത്ഥിച്ചതിന്റെ ഒരു ആവർത്തനമാണത്. ഈ കോവിഡ് കാലത്ത് നമുക്കും പ്രാർത്ഥിക്കാം. എന്റെ കർത്താവേ ഞങ്ങളുടെ മേലും ഈ ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമെന്ന് നമുക്കും പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. ഏലിയാ പ്രവാചകൻ ഇന്നും നമുക്കൊക്കെ ഒരു മധ്യസ്ഥനായി നമ്മുടെ മധ്യയുണ്ട്. പരിശുദ്ധനായ പരമതിരുമേനിയുടെ മുസ്ലിം യാത്ര വിവരണം ഇതിൽ പലരും വായിച്ചിട്ടുണ്ടാവാം. അതിൽ തിരുമേനി ഒരു സംഭവം എഴുതിയിട്ടുണ്ട്. മുസ്ലിം യാത്രക്കിടയിൽ കടൽക്ഷോഭമുണ്ടായി. ഇനി കപ്പൽ മുന്നോട്ട് പോകുവാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നപ്പോൾ പരിശുദ്ധനായ പരിമല തിരുമേനി ഏലിയാ പ്രവാചകന്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുകയാണ്. അങ്ങനെ അഭയം പ്രാപിച്ചതിന്റെ ഫലമായി പൊടും തന്നെ കടൽക്ഷോഭം നിൽക്കുകയും സുഖകരമായി യാത്ര ചെയ്യുവാൻ സാധിക്കുകയും ചെയ്തു. പരിശുദ്ധ തിരുമേനി കേരളത്തിലെത്തിയതിനു ശേഷം ആദ്യം പണിത ദേവാലയമാണ് ആ പരിശുദ്ധന്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് കോട്ടയത്തെ മാർ ഏലിയ കത്തീഡ്രൽ. നാം ഓർക്കണം, ഇന്നും നമുക്ക് മധ്യസ്ഥനായി ഏലിയ പ്രവാചകൻ നമ്മുടെ മധ്യയുണ്ട്. ഇനി മതി എന്ന ചില തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എടുക്കുവാൻ, കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ, ശത്രുത, നമുക്ക് വേണ്ടാത്തതായ നമ്മുടെ ചില സ്വഭാവ വൈകല്യങ്ങൾ, അതൊക്കെ ഏലിയ പ്രവാചകനെ പോലെ ഇനി മതി എന്ന് നമ്മൾ തീരുമാനിക്കുകയും സ്വർഗത്തിലേക്ക് നോക്കണം. ഏലിയ പ്രവാചകനെ പോലെ ഇനി മതി എന്ന് തീരുമാനിക്കാനല്ല, മരിപ്പാനല്ല, പിന്നെയോ പ്രത്യാശയോട് കൂടി തമ്പുരാന്റെ മുഖത്തേക്ക് നോക്കി ജീവിക്കുവാൻ നിൽക്കണം. പ്രത്യാശയോട് കൂടി ലോകത്തിൽ ജീവിക്കുവാൻ, പരസ്പരം കരുതി സഹജീവിയുടെ അഴകും ആഴവും തിരിച്ചറിഞ്ഞ് ക്രൂശിനെ നോക്കി ജീവിക്കുവാൻ നിൽക്കണം. തമ്പുരാൻ എല്ലാവരെയും പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.